Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are fine, safe and happy. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിന്റ് പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. മിന്റ് പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ട്രൈ ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. Okay, then come, let's learn together. Let's begin the class. Mint parity theory of exchange rate. First of all, we have to know about exchange rate. What is exchange rate? It is the rate at which one currency is transferred into another. It is the rate at which one currency is transferred into another. ഒരു കറൻസിയെ വേറൊരു കറൻസി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം. ഓർ നമുക്ക് ഇങ്ങനെ പറയാം, എന്താ പറയാ, പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി, അല്ലെ? ഒരു കറൻസിയുടെ പ്രൈസ് ആണ് ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. അതായത് ഇപ്പൊ നമുക്ക് $1 അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ നമ്മൾ 70 or 72, ചെറിയൊരു വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. 70 or 72, ആ ഒരു 72 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം, നമ്മൾ അത് അങ്ങോട്ട് കൊടുക്കണം, അല്ലെ? അപ്പോഴാണ് നമുക്ക് $1 കിട്ടുക അമേരിക്കയുടെ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ $1 പ്രൈസ് ആണ് ഇന്ത്യൻ റുപ്പിയുടെ ടേംസിൽ 72 റുപ്പീസ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ 72 റുപ്പീസ് കിട്ടാനായിട്ട് അമേരിക്ക നമുക്ക് എന്ത് തന്നാൽ മതി? $1 തന്നാൽ മതി. ഇങ്ങനെയാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുക. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി ഉണ്ടായിരുന്നു, പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി. അത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ഉണ്ട്, അത് കാണണം. അതേപോലെ എക്സ്ചേഞ്ച് റേറ്റിന്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട്, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കാണണം. അതിനുശേഷം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? മിന്റ് പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ നോക്കിക്കോളൂ, ഇനി നമുക്ക് തിയറിയിലോട്ട് വരാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറിയുടെ രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഓക്കെ, ഓഫ് ടു കൺട്രീസ്. അപ്പം ഏതൊക്കെ കൺട്രീസ് ആണോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആ കൺട്രിയുടെ എന്താ പറയാ, ആ കറൻസിയുടെ വാല്യൂ, മെറ്റലിക് വാല്യൂ, അതല്ലെങ്കിൽ ആ കറൻസിയുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ്, മനസ്സിലായോ? ഇതിനെ എന്താ പറയാ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുമെങ്കിൽ അതിനെയാണ് ഈ മിന്റ് പാരിറ്റി എന്ന് പറയുന്നത്, മിന്റ് എന്ന് പറയുന്നത്, മിന്റ് പാർ എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം കറൻസി നമ്മളിവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, രണ്ട് കൺട്രിയുടെ കറൻസി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ മെറ്റലിക് വാല്യൂ, അതല്ലെങ്കിൽ ആ ഗോൾഡ്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ഗോൾഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയാണ് മിന്റ് പാർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏത് തിയറിക്ക് അകത്ത് പഠിക്കുന്നത്? മിന്റ് പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് ഒന്നും കൂടെ മനസ്സിലാവുക. ഓക്കെ, നോക്കിക്കോളൂ. മിന്റ് പാരിറ്റി തിയറി എക്സ്പ്ലെയിൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺട്രീസ്. അപ്പൊ രണ്ട് കൺട്രീസ് തമ്മിൽ ഇപ്പൊ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാന്ന് വിചാരിക്കാം. അപ്പം അവർ രണ്ടുപേരുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ച് കറൻസി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കറൻസീസ് ഉള്ള രണ്ട് കൺട്രീസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക, അല്ലെ? ഗോൾഡ് സ്റ്റാൻഡേർഡ് കറൻസിക്ക് കൊടുത്തിട്ടുണ്ടാവില്ലേ, അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കൺട്രീസ് തമ്മിലായിരിക്കും ഈ എക്സ്ചേഞ്ച് നടക്കുക കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ ടു ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺട്രീസ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ദ കറൻസി ഈസ് എയ്തർ മെയ്ഡ് ഓഫ് ഗോൾഡ് ഓർ ഇറ്റ്സ് വാല്യൂ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല. എന്താ അതിന് ഉദ്ദേശിക്കുന്നത് നോക്കിക്കോളൂ. ഒന്നോ കറൻസി ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം, അല്ല അതിന്റെ മെറ്റലിക് വാല്യൂ അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ്, വാല്യൂ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്, ഗോൾഡിന്റെ ടേംസിലായിരിക്കും ആ വാല്യൂ എക്സ്പ്രസ് ചെയ്യുക, അല്ലെ? നമ്മുടെ കറൻസി നേരത്തെ ഒക്കെ പ്രിന്റ് ചെയ്യുന്ന അങ്ങനെയായിരുന്നു. കറന്റ്ലി അത് ചേഞ്ച് വന്നിട്ടുണ്ട്. ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഗോൾഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും റിസർവ് ബാങ്ക്. എന്നിട്ട് ആ ഗോൾഡിന് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ഉള്ള കറൻസീസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഓൾഡൻ ടൈംസിൽ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ടേംസ് ഓഫ് ഗോൾഡ് അതാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പം എത്രത്തോളം ഗോൾഡ് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് അത്രത്തോളം കറൻസി എന്ന് പറയുമ്പോൾ എത്ര കറൻസി ഉണ്ട് അതിന് ബാക്കിൽ അതിന്റെ വാല്യൂ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എന്തിന്റെ ടേംസിലാണ്? ഗോൾഡിന്റെ ടേംസിൽ, മനസ്സിലായോ? ഓക്കെ, അപ്പം അങ്ങനെയുള്ള രണ്ട് കൺട്രീസ് ആയിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ. ദ കറൻസി ഈസ് എയ്തർ മെയ്ഡ് ഓഫ് ഗോൾഡ്, ഒന്നോ ഗോൾഡ് കൊണ്ട് ചെയ്തതായിരിക്കണം,
അതല്ല വാല്യൂ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. ഇതായിരിക്കും നടക്കുന്നത് അല്ലെ, എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. അപ്പൊ കറൻസിയുടെ വാല്യൂ എന്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഗോൾഡ്, ആ ഗോൾഡിന്റെ വാല്യൂ ആണ് ശരിക്കും ഈ കറൻസിക്ക്. ശരിക്കും പറഞ്ഞാൽ കറൻസി എന്ന് പറഞ്ഞ ഒരു മിയർ ഒരു പേപ്പർ ആണ് നമുക്ക് പറയാം അല്ലെ, ഒരു പ്രിന്റഡ് പേപ്പർ ആണെന്ന് പറയാം. പക്ഷെ അതിനൊരു വാല്യൂ ഉള്ളത് എന്തുകൊണ്ടാണ്? നമ്മളിവിടെ എന്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്? ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പൊ നമ്മൾ ഈ പേപ്പർ കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാണ്? ആ ഗോൾഡ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാണ്. മനസ്സിലായല്ലോ? ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. ഓക്കെ. According to this theory, the exchange rate under gold standard is equivalent to the gold content of one currency relative to that of another. ഇപ്പൊ രണ്ട് കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ അമേരിക്ക ആൻഡ് ഇന്ത്യ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കറൻസിയുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഈക്വൽ. അല്ലാതെ കറൻസി എത്ര എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിലല്ല ബേസിക് ആയിട്ടുള്ളത്. ആ രണ്ട് കറൻസി പ്രിന്റ് ചെയ്യുമ്പോഴും സ്റ്റാൻഡേർഡായി വെച്ചിരിക്കുന്ന ഗോൾഡ് ഉണ്ടല്ലോ, അതെത്രയാണ്? അപ്പൊ നമ്മൾ ഈ കൈമാറ്റം ചെയ്യുന്ന ആ ക്വാണ്ടിറ്റി ഓഫ് കറൻസി, അതിന്റെ രണ്ട് കറൻസിയുടെയും ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ദ എക്സ്ചേഞ്ച് റേറ്റ് അണ്ടർ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈസ് ഈക്വലന്റ് ടു ദ ഗോൾഡ് കണ്ടന്റ് ഓഫ് ഗോൾഡ് കണ്ടന്റ് എന്ന് വെച്ചാൽ അതാണ് ഗോൾഡ് കണ്ടന്റ് ഓഫ് കറൻസി. ഓക്കെ. റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് അനദർ, അതായത് രണ്ടിന്റെയും ഗോൾഡ് കണ്ടന്റ് അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അതാണ് മിന്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗോൾഡ് കണ്ടന്റ് വെച്ചിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിന്റ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന് മിന്റ് പാർ എന്ന് പറയും നമ്മൾ. ഓക്കെ. ഇനി നോക്കിക്കോളൂ, വെയിറ്റ് ടു വെയിറ്റ് ബേസിസ് ഓഫ് ദ ഗോൾഡ് കണ്ടന്റ്. ഓക്കെ. അപ്പൊ ഷോർട്ട് ഫോമിൽ പറയുവാണെങ്കിൽ വെയിറ്റ് ടു വെയിറ്റ്, രണ്ട് കൺട്രീസിന്റെയും കറൻസിയിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഗോൾഡിന്റെ വെയിറ്റ് ആണ് ഇവിടെ നോക്കുന്നത് അല്ലെ. വെയിറ്റ് ടു വെയിറ്റ് ബേസിസ് ഓഫ് ദ ഗോൾഡ് കണ്ടന്റ്. അപ്പൊ രണ്ട് കറൻസീസിലും ഉണ്ടായിട്ടുള്ള ഗോൾഡ് കണ്ടന്റിന്റെ വെയിറ്റ്, അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം മെറ്റലിക് വാല്യൂ. എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇപ്പൊ ഗോൾഡ് ആണ്, അതാണെങ്കിൽ മെറ്റലിക് വാല്യൂ അനുസരിച്ചിട്ട്. മനസ്സിലായോ? അതാണ് പറഞ്ഞത് ഗോൾഡ് കണ്ടന്റ് കേട്ടോ. Then exchange rate between the gold standard countries is determined by the gold. അപ്പം എന്താണ് ഒന്നും കൂടെ നമുക്ക് പറയുവാണെങ്കിൽ, എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കൺട്രീസ് എങ്ങനെയാണ് നടക്കുന്നത്? ഇവിടെ കൺട്രീസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഗോൾഡ്. ഗോൾഡ് ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് എത്രയായിരിക്കണം എന്നുള്ളത്. മനസ്സിലായോ? ഇവിടെ ആരാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ഗോൾഡ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺട്രീസ്, അതായത് രണ്ട് കൺട്രീസിനും ഗോൾഡ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കറൻസി പ്രിന്റ് ചെയ്യുന്ന കൺട്രീസ് ആയിരിക്കണം. അതേപോലെ തന്നെ ദാറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഗോൾഡ്. അപ്പൊ ആ ഗോൾഡ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡായി വെച്ചിരിക്കുന്ന ഗോൾഡ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു രീതിയെ മിന്റ് പാർ എന്ന് പറയാം. അതേപോലെ തന്നെ ആ അങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ എന്ത് പറയാം? മിന്റ് റേറ്റ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കിക്കോളൂ, അതാണ് ഗോൾഡ് ഈക്വലന്റ് ഓഫ് ദ കൺസേൺഡ് കറൻസീസ്. ആ കൺട്രീസ്, ആ രണ്ട് കൺസേൺഡ് കൺട്രീസിന്റെയും ഗോൾഡ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് എ ലോങ് റൺ ഫിനോമിനൻ. ഇതെന്താണ്? ഒരു ലോങ് റൺ ഫിനോമിന എന്ന് പറയുന്നത് കേട്ടോ. ഇത് മീൻ പാരിറ്റി ഇതില് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു ലോങ് റൺ ഫിനോമിനൻ ആണ്. ആ ഒരു പോയിന്റ് കൂടെ ഓർമ്മ വയ്ക്കുക. പിന്നെ ഇവിടെയും ഇക്വിലിബ്രിയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് എന്താ പറയാ കറൻസീസ് ആയിരിക്കും. ഇക്വിലിബ്രിയം ഇതിൽ എത്തിക്കുന്നത് ഏതായിരിക്കും? ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് കറൻസീസ് അല്ലെ. കറൻസിയുടെ ഡിമാൻഡും കറൻസിയുടെ സപ്ലൈയും ഈക്വൽ ആകുമ്പോൾ അപ്പോഴാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ. അതും കൂടെ ഓർമ്മ വയ്ക്കുക. അപ്പൊ അതൊരു ലോങ് റൺ ഫിനോമിനൻ ആണ്. ഓക്കെ. അപ്പം കറൻസിയുടെ മെറ്റലിക് വാല്യൂ അതല്ലെങ്കിൽ ബാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഗോൾഡ് ആണ് എന്തിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? കറൻസി എക്സ്ചേഞ്ച് റേറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? മിന്റ് പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് റേറ്റിൽ പഠിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാവരും കാണാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. വീണ്ടും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ. ബൈ.